നമസ്കാരം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒ.വി. വിജയൻ്റെ നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രവേശകമായി തന്നിരിക്കുന്നത്. ഇന്നാര് കഥ പറയാ? അയാൾ പറഞ്ഞു. എന്ത് കഥ വേണ്ടത്? ഒരു ചെറിയ ഭാഗമാണ്. രവിയും അതുപോലെ തന്നെ കുഞ്ഞാമിനെയും ഒക്കെ വരുന്ന ഒരു ചെറിയ ഭാഗം. ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക എന്താണ് നമ്മുടെ പ്രവേശക ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. മാതൃഭാഷയുടെ പഠനം അത് സർഗാത്മക ചിന്തയ്ക്കും പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും പ്രചോദനമാകുന്നുണ്ട്. അപ്പോൾ സർഗാത്മക ചിന്തക്കും പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും മാതൃഭാഷാ പഠനം അനിവാര്യമാണ്. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഭാഷയാണ്. ചിന്തയും ഭാഷയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരു കുട്ടിയുടെ ചിന്താമണ്ഡലം വികസിപ്പിക്കുന്നതിൽ ഭാഷ അനിവാര്യമായ ഘടകമാണ്. നോവലും കഥയും കവിതയും എല്ലാം വൈകാരികമായി ആവിഷ്കരിക്കാൻ മാതൃഭാഷയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത്. മാതൃഭാഷ ആശയ വിനിമയോപാധി എന്നതിലപ്പുറം ഒരു നാടിൻ്റെ സംസ്കാരവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിൽ മാതൃഭാഷയ്ക്ക് പ്രധാനമായ ഒരു പങ്കുണ്ട്. കുട്ടിക്കാലത്ത് ചിന്താശേഷിയും ആശയ രൂപീകരണവും സർഗാത്മകതയും വികസിക്കുന്നത് മാതൃഭാഷയിലൂടെ. മാതൃഭാഷ പഠിച്ച ഒരാൾക്ക് മറ്റേതൊരു ഭാഷയും വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. മാതൃഭാഷയിലാണ് നമ്മുടെ വേരുകളുള്ളത്. വേരിന് കരുത്തില്ല എങ്കിൽ ആ വൃക്ഷത്തിന് നിലനിൽക്കാൻ ആവുകയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല, ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലയാണ് മാതൃഭാഷ. കഥകളതിമോഹനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത്. തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് AD 1500 1580 ഇടയിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷ സൃഷ്ടിച്ചത് എഴുത്തച്ഛനല്ല. എന്നാൽ അന്ന് നിലവിലുള്ളതിനേക്കാൾ മലയാള ഭാഷയ്ക്ക് പ്രൗഢിയും സാംസ്കാരിക മുദ്രയും നൽകിയത് എഴുത്തച്ഛനായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പാട്ട്, മണിപ്രവാളം എന്നിങ്ങനെ 2 കൈവഴികളായി പിരിഞ്ഞുകൊണ്ടിരുന്ന കേരള കവിതാസരണിയെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഒരു പ്രവാഹമാക്കി മാറ്റിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായിരുന്നു. ആധുനിക മലയാള ഭാഷയുടെയും കവിതയുടെയും ഗതി നിയന്ത്രിച്ചത് അദ്ദേഹമായിരുന്നു. മായ സംസ്കാരത്തിനും ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് എഴുത്തച്ഛനാണ്. കേരളീയ സമൂഹത്തെ സാംസ്കാരികമായ അപചയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മണ്ഡലത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായിരുന്നു എഴുത്തച്ഛൻ. രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, രാമായണം 24 വൃത്തം, ചിന്താരത്നം തുടങ്ങിയവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. തനിക്ക് പറയാനുള്ളത് പക്ഷികളെ കൊണ്ട് പറയിക്കുന്നത് തമിഴ് ഭക്തകവികളുടെ ഒരു സമ്പ്രദായമായിരുന്നു. കുയിലിനോടും കിളികളോടും പാടാൻ പറയുന്ന കൃതികൾ
മണിപ്രവാള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കിളിപ്പാട്ട് നൃത്തങ്ങളാണ് കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവ. അപ്പം കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെക്കൊണ്ട് പാടിക്കുന്ന രീതിയാണ്. ഇത് എഴുത്തച്ഛന് മുമ്പ് നിലവിലുണ്ടായിരുന്നതാണ്. എന്നാൽ ഇതിനെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് എഴുത്തച്ഛനായിരുന്നു. ആ അർത്ഥത്തിലും ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് പോലെ കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവും എന്നും അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ കുറച്ച് വരികളാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ദ്രോണപർവത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദുര്യോധനൻ ആചാര്യനായിട്ടുള്ള ദ്രോണരെ സർവസേനാധിപതിയാക്കി മാറ്റുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിൽ 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ കൗരവസേനയെ നയിച്ചത് ദ്രോണർ ആയിരുന്നു. ഈ 5 ദിവസങ്ങളിലെ യുദ്ധ വർണ്ണനയാണ് ദ്രോണപർവത്തിൽ എഴുത്തച്ഛൻ ആവിഷ്കരിക്കുന്നത്. എഴുത്തച്ഛൻ ഒരു പെൺകിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. വർണ്ണക്കിളിയെ സ്നേഹപൂർവം അടുത്ത് വിളിച്ചിരുത്തി ഭക്ഷണപാനീയങ്ങൾ നൽകി ശുദ്ധമായ മനസ്സോടും ശുദ്ധമായ ശരീരത്തോടും കൂടി കഥ പറയാൻ ആവശ്യപ്പെടുന്നു. പഞ്ചതാരപ്പൊടി, തേൻ, പാൽ, കദളിപ്പഴം, നീലക്കരിമ്പിൻ്റെ ചാറ് എന്നിവ ശുദ്ധതയുടെയും മാധുര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇതിലൂടെ കവിതയുടെ ഭാഷയും ശുദ്ധവും മധുരവുമുള്ളതാകണമെന്ന് കവി പറയുന്നു. ചെവികൾക്ക് ഇമ്പം പകരുന്ന കഥ നീ പറയുക എന്നാണ് ആവശ്യപ്പെടുന്നത്. കുറുക്കിയെടുത്ത കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ കണ്ടെത്തി തിരുമി ഉടച്ച് തേനൊഴിച്ച് അതിൽ ശർക്കര പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെവ്വേറെ എടുത്തു വച്ചിരിക്കുന്നത് സന്തോഷത്തോടെ നീ കഴിച്ചാലുമെന്ന് ആ തത്തയോട് കവി ആവശ്യപ്പെടുന്നു. കുറുക്കി ശുദ്ധമാക്കിയ പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്തിട്ടാണ് ഈ വിഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് നല്ല ശുദ്ധമായ കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ മെല്ലെ മെല്ലെ മൃദുവായി തിരുമി ഉടച്ച് അതിൽ തേൻ ചേർക്കുന്നു. തുടർന്ന് ശർക്കര പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കിയ ഈ പാനീയം വെള്ളിത്തളികയിൽ വേർതിരിച്ച് വെച്ചിരിക്കുന്നു. ധാരാളം വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദാഹിക്കുന്നുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും ആവശ്യമുള്ളിടത്തോളം നിനക്ക് കഴിക്കാമെന്ന് തത്തയോട് കവി പറയുന്നു. പഞ്ചവർണ്ണക്കിളി പെൺകിടാവ് എന്നുവെച്ചാൽ എന്താണ്? 5 നിറമുള്ള തത്തപ്പെണ്ണ്. പഞ്ചവർണ്ണക്കിളി പെൺകിടാവ് എന്ന് വെച്ചാൽ 5 നിറമുള്ള തത്തപ്പെണ്ണ്. നെഞ്ചം, നെഞ്ചം എന്താണ്? മനസ്സ്, ഹൃദയം. പിന്നെ പഞ്ചതാര, പഞ്ചതാര എന്ന് വെച്ചാൽ പഞ്ചസാര. മേളിക്കുക എന്നുവെച്ചാൽ കൂട്ടിച്ചേരുക. അപ്പം പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. എന്താ? നെഞ്ചം തെളിഞ്ഞ് കുറുക്കി കൊഴുത്ത പാൽ, നല്ലോണം കുറുക്കി കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കൂട്ടിക്കുഴമ്പാക്കിയിട്ട് അതിലെന്തെല്ലാം ചേർത്തു? നല്ല കദളിപ്പഴങ്ങൾ തിരുമ്മി ചേർത്തല്ലേ. അതിൽ തേനൊഴിച്ച് വെല്ലം, വെല്ലം എന്ന് വെച്ചാൽ അർത്ഥം ശർക്കര എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. മലബാറിൽ ശർക്കരക്ക് പറയുന്ന പേരാണ് വെല്ലം. വെല്ലവും ശർക്കരവും പൊടിച്ച് അതിലിട്ട് വെള്ളിത്തളികയിലാണ് എന്ത് ചെയ്ത് കൊണ്ടുപോയി വെക്കുന്നത്. എന്നിട്ടാണ് തത്തയോടത് നീ കഴിക്കാനായിട്ട് പറയുന്നത്. നിനക്ക് അതിനുശേഷം ദാഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീലക്കരിമ്പിൻ്റെ ചാറും അതുപോലെ ഇളനീരും പാലും മധുവും എല്ലാം നീ കുടിച്ചാലുമാവോ. നിനക്ക് ആവശ്യമുള്ളിടത്തോളം നീ കുടിച്ചോളൂ. വെള്ളിത്തളിക, വെള്ളി കൊണ്ടുള്ള തളികയാണ് വെള്ളിത്തളിക. അപ്പം സ്വർണ്ണപാത്രമോ? സ്വർണം കൊണ്ടുള്ള പാത്രം. നീ വെള്ളിക്കൊലുസ്, വെള്ളി കൊണ്ടുള്ള കൊലുസ്. നീ നീലക്കരിമ്പ്,
നീല നിറമുള്ള കരിമ്പ്. പച്ച പട്ടുസാരി, പച്ച നിറമുള്ള പട്ടുസാരി. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വിഗ്രഹിച്ച് എഴുതാനായിട്ട് സാധിക്കും. ഇച്ഛ എന്നാൽ എന്താണ്? ഇച്ഛ ആഗ്രഹം. കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷിക്കുക എന്നതിന് പകരമായിട്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദമാണ് ഭുജിക്കുക. ഇനി മധു എന്ന് വെച്ചാൽ തേൻ. അപ്പൊ തേനിന്റെ മറ്റു ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? മധു, മരന്തം, മകരന്തം. ഇനി പാൽ എന്ന് പറയുമ്പോൾ അതിനുള്ള മറ്റു രണ്ട് ശബ്ദങ്ങളാണ് ക്ഷീരം, പയസ്. ഇനി ചെവി, ചെവിക്ക് ഇവിടെ കർണം. അപ്പൊ കർണത്തിന് ചെവി, ശ്രവണം, ശ്രോതം എന്നിങ്ങനെയൊക്കെയുള്ള പര്യായ ശബ്ദങ്ങൾ ഉണ്ട്. ഇനി അടുത്ത വരികളിലേക്ക് പോകാം. ഭീഷ്മ സമാന നരിനിവഹത്തിന്. അപ്പൊ ഭീഷ്മരെ പോലുള്ള മഹാബലശാലികളായ ആളുകൾ ഇതാ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുകയാണ്. ഭീഷ്മർ ഇപ്പൊ ശരശയനത്തിലാണ്. അപ്പൊ അമ്പുകൾ കൊണ്ടുള്ള കിടക്കയിൽ കിടക്കുകയാണ്. അപ്പൊ മഹാബലവാനായിട്ടുള്ള ഭീഷ്മർ ഇപ്പോൾ എന്ത് ചെയ്തു? ശരശയയിലാണ്. അപ്പൊ സുയോധനാദികളായിട്ടുള്ള അതായത് കൗരവർ ഇപ്പോൾ തോറ്റുപോയിരിക്കുകയാണ്. അപ്പൊ തോറ്റുപോയ ഈ കൗരവർ അല്ലെങ്കിൽ സുയോധനനും അദ്ദേഹത്തിന്റെ അനുജന്മാരും ഇനി എന്താണ് ചെയ്തതെന്ന് 100 പേര് എന്തൊന്നു ചെയ്തു. 100 പേരുണ്ടല്ലേ, 100 പേരാണ് ഈ കൗരവര്. ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്, ദുശള എന്ന് പേരുള്ള. അപ്പൊ 101 മക്കളാണ് കൗരവര്. 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ്. അപ്പൊ ദുശള എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഈ 100 പേര് പിന്നെ എന്താണ് ചെയ്തെന്ന് പറയാനായിട്ട് ഈ തത്തയോട് കവി പറയുകയാണ്. എന്താണ് അവർ പിന്നീട് ചെയ്തത്? മുഴുവൻ പറയാൻ സാധിക്കില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ചുരുക്കി പറയാമെന്ന് കിളി പറയാണ്. എനിക്ക് മുഴുവനായിട്ട് പറയാം, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി. എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ അത് വളരെ ലളിതമായി കനക്കെ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. സുയോധനനും സഹോദരന്മാരും തോറ്റിരിക്കുകയാണ്. അവർ ഇനി എന്താണ് ചെയ്തതെന്ന് കിളിയോട് പറയാൻ ആവശ്യപ്പെടുമ്പോൾ മുഴുവനും പറയാൻ സാധിക്കില്ലെങ്കിലും ചുരുക്കി ലളിതമായി ഞാൻ പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് വൻപനാം കർണനോട് ആശു സുയോധന നൻപോടും സേനാപതിയാക നീ എന്നാൽ, അതായത് ശക്തനായിട്ടുള്ള കർണന്റെ അടുത്തേക്ക് ഈ സുയോധനൻ ചെല്ലുകയാണ്. മഹാരാജാവായിട്ടുള്ള സുയോധനൻ ചെന്നിട്ട് പറയുകയാണ്, നീ സേനാപതിയാകുക എന്ന് പറയാണ്. കർണന്റെ അടുത്ത് ചെന്നിട്ട് നീ സേനാപതിയാകുക എന്ന് പറയുന്നു. എന്നാൽ കർണൻ മന്ദസ്മിതത്തോടെ ഇങ്ങനെ പറയുന്നു, കർണസുഖം ഞാൻ പറകയില്ലാരോടും. എനിക്ക് എൻ്റെ ചെവിക്ക് കേൾക്കാൻ സുഖമുള്ളതാണ് ഇത്, പക്ഷേ ഞാനിത് ആരോടും തന്നെ പറയുകയില്ല, മറ്റൊരാളും ഞാനിത് പറയില്ല എന്ന് പറയുകയാണ്. എനിക്ക് കേൾക്കാൻ സുഖമുള്ള ഒന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന ആളുകളെ ധാരാളം കാണാൻ കഴിയും. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നടക്കുന്നതു ചില അധികാരത്തിന് വേണ്ടി ഏതറ്റത്തോളവും പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് കർണനോട് സേനാപതിയാകാനായിട്ട് രാജാവ് ദുര്യോധനൻ പറയുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. തന്നേക്കാൾ കഴിവുള്ളവർ ഇവിടെ വേറെയുണ്ട്, അവരുടെ ഊഴം കഴിഞ്ഞിട്ട് മാത്രം എനിക്ക് ആ സ്ഥാനം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ദ്രോണാചാര്യരുണ്ട്, തന്നെക്കാൾ എത്രയോ ബലവാനായിട്ടുള്ള ദ്രോണാചാര്യരുണ്ട്. അദ്ദേഹത്തിന്റെ ഊഴം കഴിഞ്ഞിട്ട് മാത്രം ഞാൻ സേനാപതിയാകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ്രോണാചാര്യൻ ഉള്ളപ്പോൾ എന്തിനാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്? അല്ലയോ രാജാവേ, ഭരദ്വജന്റെ പുത്രനായിട്ടുള്ള ദ്രോണർ ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനാണ്. അദ്ദേഹത്തിന് ശേഷം ഞാൻ പട നയിക്കുന്നതായിരിക്കും. അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല, ദ്രോണർക്ക് ശേഷം ഞാൻ പട നയിച്ചു കൊള്ളാം എന്ന് കർണൻ പുഞ്ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം ചെയ്തുകൊണ്ട് കർണൻ പറയുന്നു. ഈ കർണന്റെ വാക്കുകൾ കേട്ട ദുര്യോധനൻ ദ്രോണരെ സേനാപതിയാക്കി അഭിഷേകം വളരെ വേഗത്തിൽ ചെയ്യുന്നു. ഇപ്പൊ ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു നേതാവിനെ സേനാപതിയാക്കുന്നത് എന്ന് കർണൻ ചോദിക്കാണ്. രാജാവെ കേൾക്കുക, ദ്രോണാചാര്യർ ഇപ്പോഴും ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയാണ്. അദ്ദേഹത്തിന് ശേഷം വേണമെങ്കിൽ ഞാൻ വരുന്നതാണ്. അതുവരെ അങ്ങ് നീതിയും മാന്യതയുമൊക്കെ പാലിക്കേണ്ടതാണ്.
അങ്ങ് ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. മാനിയായിട്ടുള്ള സുയോധനൻ ദ്രോണാചാര്യരെ ഇത് കേട്ട ശേഷം എന്ത് ചെയ്യുന്നു? സേനാപതിയായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.